പിന്നെ എൻ്റെ ഷോപ്പില് ജോലിക്ക് നിൽക്കുന്ന ഒരുത്തണ്ടേ, അവനക്കൊരു ചാനലുണ്ട്, മലപ്പുറം ചങ്ങായി എന്നാണ് പേര്, യൂട്യൂബ് ചാനലിൻ്റെ. അവൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് മുതലാളിമാര് തൊഴിലാളികൾക്ക് തിന്നാൻ കൊടുക്കൂല. ഞാൻ ചെറിയൊരു തട്ടുകട നടത്തുന്ന ഒരാളാണ്, എൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. മുതലാളിമാർക്ക് തിന്നാൻ കൊടുക്കൂല. എന്നിട്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പൊ അവനറിയാതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ്. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, അവന്റെ പ്രതികരണം എന്താന്നുള്ളത് നോക്കാലോ. ഓക്കെ കേട്ടോ, അവനവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. കണ്ടോ ഇരിക്കുന്നുണ്ടോ? കണ്ടോ ഫുഡ് കഴിച്ച് പാത്രം ഫുള്ള് കാലിയായി. കണ്ടോ ഈ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടില്ലേ, മുതലാളിമാര് തൊഴിലാളികൾക്ക് തിന്നാൻ കൊടുക്കൂല പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ ഇതെന്താ, നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഫ്രീ ആയിട്ട് തിന്നാനുള്ള ഒക്കെ അവസരം തന്നിട്ടുണ്ട്. എല്ലാ മുതലാളിമാരും ഒരുപോലെ അല്ല. പൈസ നമ്മള് ചോദിച്ചിട്ടില്ല. അത് കണ്ടോ, ഏതെങ്കിലും മുതലാളിമാര് തിന്നോണ്ടിരിക്കുമ്പോ ചോറ് അത് നമ്മളോരോട് 12 മണിക്കന്നെ തിന്നാ. 12 മണിക്കാണ് പൊറാട്ടുന്നത്. അത് ഞാൻ ഇതിൽ എടുക്കാൻ വിട്ടുപോയി. 12 മണിക്ക് പൊറാട്ട, 1:30 മണിക്ക് മാങ്ങ. ഞാൻ തിന്ന പിന്നാലെ ഓനും മാങ്ങ നിക്കണ്. 6 മണി. എന്നിട്ട് 6 മണിക്ക് വന്നിട്ട് ഞാൻ 12 മണിക്കല്ല തിന്നണേ. 6 മണിക്ക് വന്നിട്ട് എത്ര ചായ കുടിച്ച്? എന്തെങ്കിലും വരാത്ത അവൻ ചായ കുടിക്കുന്നുണ്ട്, ആവശ്യത്തിന് ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങളൊരു 36,000 വട്ടം വിളിക്കും. എന്തിനാന്നല്ല എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിക്കില്ല. അത് എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തില് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ പറയും. നമ്മളതും അറിയുന്നില്ല. അത് കണ്ടോ, ഓൻ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. എല്ലാ സൗകര്യങ്ങളാണ്. ഇത് ഓന്റെ പൊറാട്ടക്കല്ലാണ്, ഇത് ഓന്റെ ടേബിളാണ്. ഓൻ എന്തൊരു സുഖമാണ്. ഇവിടെ ഇരുന്നിട്ട് പാട്ടേക്കാടെ ബോക്സ് ഉണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടും ഇങ്ങനത്തെ ഒരു ഇത്. എന്നിട്ടോ അവൻ പറഞ്ഞത് നിങ്ങളെല്ലാരും കേട്ടില്ലേ? ഇതാണ് അവസ്ഥ. കേട്ടോ, ഓന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് മലപ്പുറം ചങ്ങായി എന്നാണ്. അതിലൊന്ന് കേറി എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി, ഓന്റെ തനി സ്വരൂപം കേക്കാം. അല്ലേ, അങ്ങനല്ലേ? 3:15 മക്കളെ ചോറ് തിന്നിട്ട് 1/2 മണിക്കൂറായി. ആ ഉണങ്ങിയ പ്ലേറ്റും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരൊഴിവില്ല. പണിയെടുപ്പിച്ചെന്നെ ഒരൊഴിവില്ലാതെ എത്ര മനുഷ്യനെ ഇങ്ങനെ പണ്ടൊക്കെ പറയുന്നേക്ക വെള്ളരിക്ക പട്ടണോ. ഇതൊക്കെ ഇതിന്റെ അമ്മയാണ് കേട്ടോ. എന്റെ അമ്മ എന്നോട് പറഞ്ഞ എന്താ അറിയോ, ചോറ് കഴിച്ചായിരുന്നപ്പം കൊക്കവാട ചൂടുകയാണേ. ചോറ് കഴിച്ചായിരുന്നപ്പോഴേ ഇതൊക്കെ ഇവിടെ പപ്പടം ഉണ്ട്. പപ്പടം എടുത്തോ, ഇറച്ചി എടുത്തോ, മീനെടുത്തോ. പറഞ്ഞില്ലേ, ഇറച്ചി എടുത്തോ, മീനെടുത്തോ. ആവശ്യത്തിന് നമ്മളെല്ലാം തിന്നിട്ട് മതി പുറത്തേക്ക് കൊടുക്കാൻ തന്നെ ആണോ? അല്ലേ? ഇപ്പം പറയണം. കണ്ടോ, അങ്ങനെ ഓരോ ഉമ്മമാരും പറയുന്നുണ്ടാവും പലരോടും. പിന്നെന്ന് വെച്ചാൽ എല്ലാ മുതലാളിമാരും ഒരുപോലെ അല്ല, അതാണ് സത്യം. ഓക്കെ, എന്നാലും തിന്നാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് പറയുന്ന നോക്കി എല്ലാരും ഒരുപോലെ അല്ല, അതാണ് ഇതിൽ മനസ്സിലാക്കണ്ട കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, വെള്ളം തരാം.